Hello students, welcome to Disha Academy. അപ്പോൾ നമ്മൾ ഇന്ന് RPF എക്സാമിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Which instrument is used to show the direction of flow of current in a circuit? ഒരു സർക്യൂട്ടിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഗാൽവനോമീറ്റർ, റിയോസ്റ്റാറ്റ്, അമ്മീറ്റർ, വോൾട്ട് മീറ്റർ. ഇതിലേതാണ്? നോക്കിയേ, കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി അതുപോലെ എന്താണ് സ്ട്രെങ്ത്, ഇൻറ്റൻസിറ്റി ആയിക്കോട്ടെ സ്ട്രെങ്ത് ആയിക്കോട്ടെ, അതേപോലെ എന്താണ് ഡയറക്ഷനും കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? ആൻസർ ഏതാണ്? എ ഓപ്ഷനാണ്. ഏതാണ്? ഗാൽവനോമീറ്റർ ആണ്. ഗാൽവനോമീറ്റർ. അപ്പോൾ ഗാൽവനോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കറണ്ടിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഏതെന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. ഇനി അമ്മീറ്റർ ആണെങ്കിൽ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അമ്മീറ്റർ യൂസ് ചെയ്യുന്നത്. ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് ചെറിയ ഒരു റേഞ്ച് കറണ്ടിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അമ്മീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി റിയോസ്റ്റാറ്റ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? റിയോസ്റ്റാറ്റ് റെസിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെസിസ്റ്റൻസ് വേരി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ആര് സഹായിക്കും? ഈ റിയോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ വോൾട്ട് മീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് വാക്കിൽ ആ വേർഡിൽ നിന്നും തന്നെ കിട്ടും. എന്താണ്? വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏതുള്ളത്? വോൾട്ട് മീറ്റർ ഉള്ളത്. അപ്പോൾ നോക്കിയേ, കറണ്ടിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? ഗാൽവനോമീറ്റർ. അതേപോലെ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? അമ്മീറ്റർ. ഇനി റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് ഒരു സർക്യൂട്ടൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് അതിൽ നമുക്ക് ചിലപ്പോൾ റെസിസ്റ്റൻസ് ഒക്കെ വേരി ചെയ്യിപ്പിക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഇനി വോൾട്ട് മീറ്റർ ആണെങ്കിലോ, വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഏതെന്ന് പറയുന്നത്? വോൾട്ട് മീറ്റർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. നോക്കിയ പ്രോബ്ലം ടൈപ്പ്. എ പോർട്ടർ പിക്സ് അപ്പ് 12 kilo of goods from the ground and places it on his head 1.5 meters above the ground, then work on the goods to be done by him is എന്ന് പറഞ്ഞാൽ എത്ര കിലോ വെയിറ്റ് ആണ്? 12 കിലോ വെയിറ്റ് ഗ്രൗണ്ടിൽ നിന്ന് അയാൾ എടുക്കുവാണ്. അയാളുടെ തലയിലായിട്ട് ആ വെയിറ്റ് എടുത്ത് വെക്കുവാണ്. എത്ര മീറ്ററോളം പൊക്കത്തിലോട്ടാണ് അത് മീൻസ് ലിഫ്റ്റ് ചെയ്തത്? 1.5 മീറ്ററിലാണ് ലിഫ്റ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എത്ര വർക്കാണ് ചെയ്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര വർക്കാണ്? വർക്കിനെ നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്? FD cos θ എന്ന് പറഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്താണ്? ഫോഴ്സ് അതേപോലെ ഡിസ്പ്ലേസ്. നമ്മൾ ഒരു ഒബ്ജക്റ്റിലോട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു, അപ്പോൾ ആ ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ് ചെയ്തു. അതേപോലെ എന്താണ്? അതിൻ്റെ ഇടയിലുള്ള ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇടയിലുള്ള ആംഗിളും. അപ്പം ഈ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ നോർമലി ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എന്താണ്? നമ്മൾ ഈ 12 കിലോ വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് എടുത്തപ്പോൾ അതിൻ്റെ ഹൈറ്റ് കൊണ്ടിട്ട് അതിനൊരു പൊട്ടൻഷ്യൽ എനർജി കൂടി വരുന്നുണ്ട്. പൊട്ടൻഷ്യൽ എനർജി വർക്ക് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് എന്ത് ചെയ്യുവാണ്? ആ ഒബ്ജക്റ്റിൽ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? W വർക്ക് എന്ന് പറയുന്നത് ഏതാണ്? mgh ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അയാൾ ചെയ്ത ആ ജോലി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് എന്ത് ചെയ്യുവാണ്? സ്റ്റോർ ചെയ്ത് വെക്കുവാണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് മീൻസ് എന്താണ്? mgh ആണ്. മാസ്, പിന്നെ ഇതേതാണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? 10 m/s² ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോർമലി 10 അല്ലെങ്കിൽ 9.82 എടുക്കാം. അപ്പം ഏതാണ്? ഹൈറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കും. ഏതാണ്? ഗ്രാവിറ്റേഷൻ്റെ വാല്യൂ തന്നേക്കും 10 m/s². അതേപോലെ ഹൈറ്റ് എത്രയാണ്? 1.5 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, W = 12 × 10 × 1.5. 12 × 15 എത്രയാണ്? 180. ഈ ഒരു പോയിന്റ് ഈ ഒരു 10 കൂടെ വരും. അപ്പോൾ എത്രയാണ്? 180 വരും. ഓക്കെ അല്ലേ? അപ്പം നോക്കിയേ, ആൻസർ ഏതാണ്? സി ഓപ്ഷനാണ് വരുന്നത്.
സി ഓപ്ഷൻ. അപ്പോൾ നോക്കിയേ ഇവിടെ എന്താണ് പൊട്ടൻഷ്യൽ എനർജി വർക്കായിട്ട്, ആ വർക്ക് എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ആ ഒരു ഗുഡിൽ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? mgh ആണ്. അല്ല നമുക്ക് ഫോഴ്സ് തന്നിട്ടുണ്ട്, ആ ഫോഴ്സ് ഇപ്പോൾ 10 ആണെന്ന് വെച്ചോ, ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട് 5, അങ്ങനെയാണെങ്കിൽ വർക്ക് എങ്ങനെയാണ്? 10 × 5 50 വരും. ഇനി ഇതിൻ്റെ ഇടയിലുള്ള ഡയറക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. ഇപ്പം രണ്ടുപേരും ഒരേ ഡയറക്ഷൻ ആണെന്ന് വെച്ചോ, ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ ആംഗിൾ എത്ര വരും? ആംഗിൾ എത്ര വരും? 0 അല്ലേ വരുന്നത്. ഇനി രണ്ടുപേരും പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിലോ 90 ഡിഗ്രി വരും. അപ്പം അങ്ങനെ ഒരു ഡയറക്ഷൻ കൂടെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എന്തുവാ തീറ്റയുടെ അതിൻ്റെ വാല്യൂ കൂടെ കൊടുത്തിട്ട് അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലാതെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? W = mgh ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, name the physical quantity that is equal to the product of force and velocity. ഫോഴ്സിൻ്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് ഈ ഓപ്ഷനിലുള്ള ആരാണ്? വർക്കാണോ, എനർജി ആണോ, പവർ, ആക്സിലറേഷൻ? ഏതാണ് ആൻസർ? ഏതാണെന്ന് അറിയാവോ? ഏതാണ്? സി ഓപ്ഷൻ പവർ ആണ്. പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ടൈം ആണ് എന്തെന്ന് പറയുന്നത് പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി വർക്കിൻ്റെ ഇക്വേഷൻ എന്തുവാ? വർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പം ഞാൻ ആ മുകളിലുള്ള വർക്കിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി നോക്കിയേ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്. എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് സ്പീഡാണ് എന്ത് ചെയ്യുന്നത്? സ്പീഡ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്നത്. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പം ഇത്ര ടൈമിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത ടൈമിൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി, അതാണ് എന്തെന്ന് പറയുന്നത്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഫ് എന്നതിനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് d/t എന്ന് എഴുതാവോ? ഈ d/t എന്താണ്? വെലോസിറ്റി. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി നമുക്ക് എഴുതാവോ? അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്തായിട്ട് വന്നു? വർക്ക് ബൈ ടൈമിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് എന്താക്കാൻ പറ്റി? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്നാക്കാൻ പറ്റി. അപ്പം ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞ് നമുക്ക് ആക്കാൻ പറ്റുന്നത് ഇതിൽ ആരാണ്? പവറാണ്. പവറാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണോ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, റെസിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദ നെറ്റ് റെസിസ്റ്റൻസ് ഓഫ് ദ 2 റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് ഈസ് 6 ohm. ഇഫ് വൺ ഓഫ് ദ റെസിസ്റ്റൻസ് ഈസ് 2 ohm, what is the other resistance if the current flowing through them is 4 ampere? എത്രയാണെന്നറിയാമോ? സീരീസിൻ്റെ കേസിൽ നമ്മൾ റിസൾട്ടൻ്റ് ആയിട്ടുള്ള സീരീസ് മീൻസ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റിസൾട്ടൻ്റ് R എന്ന് പറയുന്നത് R1 + R2. ഇപ്പം ഒരു ഒരു സർക്യൂട്ട് കണക്ഷനിൽ 2 റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വെച്ചോ, ഇത് രണ്ടുപേരും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്കിവിടെ കൺഫ്യൂഷൻ വരുത്താൻ വേണ്ടി ആരെയും കൂടെ തന്നിട്ടുണ്ട്? കറണ്ടിനെ തന്നിട്ടുണ്ട്. പക്ഷേ സീരീസിൽ കൂടെ എപ്പോഴും കറണ്ട് എന്തായിരിക്കും? കറണ്ട് എപ്പോഴും സെയിം ആയിരിക്കും. എപ്പോഴും സെയിം ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ കറണ്ടിലോട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നിട്ടുണ്ട് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 6 തന്നിട്ടുണ്ട്. അതേപോലെ ഒരു റെസിസ്റ്റൻസിൻ്റെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റ് റെസിസ്റ്റൻസ് എങ്ങനെയാണ്? മറ്റേ റെസിസ്റ്റൻസ് എന്തുവാണെന്നാണ് ചോദിച്ചേക്കുന്നത്. R2 എങ്ങനെ കണ്ടുപിടിക്കാം? R2 = 2നെ അങ്ങോട്ട് കൊണ്ടുപോവുക, എന്താ മൈനസ് ചെയ്യുക, 4 ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 4 ohm എന്നാണ് ആൻസർ എന്ന് പറയുക. അപ്പോൾ സീരീസിൻ്റെ കേസിൽ നമ്മൾ റിസൾട്ടൻ്റ് റെസിസ്റ്റൻസ് എടുക്കുന്നത് എങ്ങനെയാണ്? 2 റെസിസ്റ്റൻസിനെയും കൂടെ കൂട്ടിയിട്ടാണ് ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് പാരലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദ നെറ്റ് റെസിസ്റ്റൻസ് ഓഫ് 2 റെസിസ്റ്റേഴ്സ് 10 ohm ആൻഡ് 40 ohm കണക്റ്റഡ് ഇൻ പാരൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാരലിൻ്റെ ഇക്വേഷൻ എന്താണ്? 1/R = 1/R1 + 1/R2. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ ആണോ? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? R1 എങ്ങനെയാണ്? R1 + R2 ഡിവൈഡഡ് ബൈ R1 + R2 എന്ന് എഴുതാവോ? സോറി, R1 × R2 എന്ന് എഴുതാവോ? അപ്പം R1 എന്തുവാ? R2 എന്തുവാ? 10 + 40 എത്രയാണ്? 50 ഡിവൈഡഡ് ബൈ R1 × R2 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 × 40 എത്ര വരും? 400. അങ്ങനെയാണെങ്കിൽ ഇതും പെട്ടി എത്ര വരും? 1/8 എന്ന് വരും. 1/R എന്ന് പറയുന്നതാണ് 1/8. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് എത്രയാണ്? 8 അല്ലേ?
8 ഓം അല്ലേ, 8 ഓം അല്ലേ? അപ്പം റെസിസ്റ്റൻസ് എത്രയാണ് ആൻസർ എന്ന് പറയുന്നത്? 8 ഓം ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പം സീരീസ് ആണെങ്കിൽ എങ്ങനെയാണ് റെസിസ്റ്റൻസ് R1 + R2 ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി പാരലൽ കേസിൽ ആണെങ്കിൽ എങ്ങനെയാണ് 1/R = 1/R1 + 1/R2 ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് പ്ലാന്റ്സ് ആർ കോൾഡ് ആംബിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡത്തിൽ മെയിൻലി ഉള്ളത് ആരൊക്കെയാണ്? താലോഫൈറ്റ് ഉണ്ട്, പിന്നെ ഏതാണ്? ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, പിന്നെ ഏതാണ്? ജിംനോസ്ഫോംസ്, അതേപോലെ പിന്നെ ആരാണ്? ആൻജിയോസ്ഫോംസും. ഈ 3 പേര് എത്രയാണ്? 5 പേര്. 5 പേരാണ് ഏതിൽ വരുന്നത്? നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്നത്. താലോഫൈറ്റിലാണ് ആൽഗേസ് ഒക്കെ വരുന്നത്. ആൽഗകളൊക്കെ വരുന്നത് ഏതിലാണ്? താലോഫൈറ്റിലാണ്. ഇതിൽ ആംബിബിയൻ ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഏതാണെന്നറിയാവോ? ഏതാണ്? ബ്രയോഫൈറ്റ്. ഇവർക്ക് താലോഫൈറ്റിൻ്റെ കേസിൽ ഇവരുടെ പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ റൂട്ടായിട്ടോ സ്റ്റെം ആയിട്ടോ ലീഫായിട്ടോ ഒന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ബ്രയോഫൈറ്റിൻ്റെ കേസിൽ നമുക്ക് റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക്, സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ് ആർക്കുണ്ട്? നമ്മളെ ബ്രയോഫൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ താലോഫൈറ്റിന് ഇതൊന്നുമില്ല. ഇവർക്ക് റൂട്ടും ലീഫും സ്റ്റെമ്മും ഉണ്ടെന്നല്ല, പക്ഷെ അതുപോലെ എന്തോ ഉണ്ട്. അപ്പം അങ്ങനെ റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉള്ളത് ആർക്കാണ്? ബ്രയോഫൈറ്റൊക്കെയാണ്. ഇനി ഇവരുടെ ഇവരെ നമ്മൾ എന്തെന്നാണ് ആംബിബിയൻസ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ റീപ്രൊഡക്ഷൻ്റെ കേസിൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം വാട്ടർ വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെ റീപ്രൊഡക്ഷന് സഹായിക്കുന്നുണ്ട്. സ്പോർസ് അങ്ങോട്ടുള്ള മീൻസ് വാട്ടർ വഴി മൂവ്മെൻറ്റ് വഴി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇതിലെ കേസിൽ മെയിൽസിൻ്റെ കേസിൽ അവരുടെ സ്പോർസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇവരുടെ മോട്ടയിലാണ്. ഫീമെയിൽസിൻ്റെ കേസിലാണെങ്കിലോ ഒരു സ്ഥലത്തായിരിക്കും. അപ്പോഴത്തേക്കും ഇത് ചെന്ന് ഫീമെയിലിൻ്റെ ആ ഒരു ഇതിലോട്ട് ചെന്നാലല്ലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഫ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു എന്ത് ഫോം ചെയ്യാൻ പറ്റുള്ളൂ? സൈഗോട്ട് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു രീതിയിൽ ഇതിന് റീപ്രൊഡക്ഷന് വേണ്ടി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? പ്ലാന്റ് കിങ്ഡത്തിലെ ആംബിബിയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അതേപോലെ ഇവരുടെ റൂട്ട് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ പറയുന്നത് എന്താണ്? റൈസോയിഡ്സ് എന്നാണ് ഇവരുടെ റൂട്ട് ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്നത്. ബ്രയോഫൈറ്റയുടെ കേസിൽ റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ നമ്മൾ പറയുന്നത് എന്താണ്? റൈസോയിഡ്സ് എന്നാണ് പറയുന്നത്. അതേപോലെ ബ്രയോഫൈറ്റിക്ക് എക്സാമ്പിളാണ് എന്തെന്ന് പറയുന്നത്? ലിവർ വേർഡ്സ്, അതേപോലെ ഹോൺ വേർഡ്സ്, മോസസ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ ബ്രയോഫൈറ്റയ്ക്ക് എക്സാമ്പിളാണ്. ഓക്കെ ആണോ? അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെൻസുറേഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ബ്ലീഡിംഗ് ത്രൂ വജൈന ഡ്യൂ ടു ബസ്റ്റിംഗ് ഓഫ് സ്പേം, ബസ്റ്റിംഗ് ഓഫ് ഓവം, ബ്രേക്കിംഗ് ഓഫ് ദ ലൈനിങ് ഓഫ് യൂട്രസ്, ബ്രേക്കിംഗ് ഓഫ് ദ വാൾസ് ഓഫ് വജൈന. എന്തുകൊണ്ടിട്ടാണ് മെൻസ്ട്രുവേഷൻ? നിങ്ങൾക്കറിയാം ബ്ലീഡിങ് ഉണ്ടാവും, ബ്ലഡ് ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. അത് എന്തുകൊണ്ടിട്ടാണ്? നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ് ബ്രേക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നത്? ഒരു ബ്ലീഡിങ് ഉണ്ടാവുന്നത്. അപ്പോൾ യൂട്രസിൻ്റെ ലൈനിങ് എന്ന് പറയുമ്പോൾ യൂട്രസിന് 3 ലെയേഴ്സ് ആണുള്ളത്. ഔട്ടർ ലെയർ ഏതാണ്? പെരിമെട്രിയം, പിന്നെ ഏതാണ്? മയോമെട്രിയം, ഇത് നടുക്കുള്ള ലെയർ, പിന്നെ ഏതാണ്? എൻഡോമെട്രിയം. ഓക്കെ. പെരിമെട്രിയം, മയോമെട്രിയം, പിന്നെ ഏതാണ്? എൻഡോമെട്രിയം ആണ്. അപ്പം ഇതിൽ ശ്രദ്ധിക്കുക, ഈ എൻഡോമെട്രിയം ഇതാണ് ഇന്നർ ലെയർ എന്ന് പറയുന്നത്. ഈ ഇന്നർ ലെയറിലായിട്ടുള്ള എൻഡോമെട്രിയത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്ത് ചേഞ്ചസ് സംഭവിക്കുന്നത്.
ഏത് ലെയറിലാണ് നമ്മുടെ യൂട്രസിൻ്റെ എൻഡോമെട്രിയം എന്ന് പറയുന്ന ലെയറിലാണ് എന്ത് ചെയ്യുന്നത്, ആ ലെയറാണ് എന്ത് ചെയ്യുന്നത്, ബേസ്റ്റ് ചെയ്തിട്ട് പുറത്തോട്ട് പോകുന്നത്. യൂട്രസിൻ്റെ ഏത് ലെയറാണെന്ന് ചോദിച്ചാൽ ഏത് ലെയറാണ്, ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള എൻഡോമെട്രിയാണ് എന്ത് ചെയ്ത് ബേസ്റ്റ് ചെയ്ത് ബ്ലീഡ് ചെയ്ത് പോകുന്നത്. അപ്പം അതേപോലെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാണ്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാണ്, ഓർത്തിരിക്കുക എവിടെയാണ്, ഫാലോപ്പിയൻ ട്യൂബിലാണ്. ഫാലോപ്പിയൻ ട്യൂബാണ്. അതേപോലെ ഫാലോപ്പിയൻ ട്യൂബിൻ്റെ വേറൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, ഓവിഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എഗ്ഗ് റിലീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓവുലേഷൻ എന്ന് പറയുന്നത്. എഗ്ഗിനെ നമുക്ക് വേറെ എന്ത് പറയാം, ഏതെന്ന് പറയാം, ഓവം എന്ന് പറയാം, അല്ലെങ്കിൽ ഊസൈറ്റ് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്, അല്ലെങ്കിൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്നത് എന്തുവാണ്, ഊജെനിസിസ് എന്നാണ് പറയുന്നത്. ഊജെനിസിസ്. സ്പേം പ്രൊഡക്ഷൻ ആണെങ്കിലോ സ്പെർമാറ്റോജെനിസിസ്. മൊത്തത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്, ഗ്യാമറ്റോജെനിസിസ്. ഇനി സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്, സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്, സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ്. ഇനി സെമിനിഫറസ് ട്യൂബ്യൂൾസ് എവിടെയാണ് കാണപ്പെടുന്നത്, ടെസ്റ്റിസിലാണ് കാണപ്പെടുന്നത്. ടെസ്റ്റിസ് ഇനി ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറിലാണ് ഉള്ളത്. ഏതാണത്, സ്ക്രോട്ടം എന്നാണ് പറയുന്നത്. സ്ക്രോട്ടം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്ര കാര്യങ്ങളാണ്. അപ്പോൾ മെൻസ്ട്രേഷൻ ടൈമിൽ വജൈന ബ്ലീഡ് ചെയ്യുന്നത് എന്തുകൊണ്ടിട്ടാണ്, നമ്മുടെ എൻഡോമെട്രിയം എന്ന് പറയുന്ന ലെയർ എന്ത് ചെയ്തിട്ടാണ്, ബേസ്റ്റ് ചെയ്തിട്ടാണ്. ഇനി ഈ മയോമെട്രി ഉണ്ടല്ലോ, മയോമെട്രിയത്തിലാണ് എന്ത് സംഭവിക്കുന്നത്, മയോമെട്രിയത്തിൽ എന്തുണ്ട്, സ്മൂത്ത് മസിൽസ്. ഈ സ്മൂത്ത് മസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മയോമെട്രിയത്തിലുള്ള സ്മൂത്ത് മസിൽസ് ആണ് ഈ ഡെലിവറി ടൈമിൽ കോൺട്രാക്ഷൻ നടന്നിട്ട് എന്ത് ചെയ്യുന്നത്, ആ ബേബീൻ്റെ ബർത്തിന് സഹായിക്കുന്നത് ഏതാണ്, ഈ സ്മൂത്ത് മസിൽസ് ആണ്. ഇനി ഈ കോൺട്രാക്ഷന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്, ഓക്സിറ്റോസിൻ ആണ്. ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മുടെ ഈ മയോമെട്രിയത്തിലുള്ള സ്മൂത്ത് മസിൽസിനെ കോൺട്രാക്ട് ചെയ്തിട്ട് ആ ഒരു കുട്ടിയുടെ ബർത്തിന് സഹായിക്കുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ദ സർക്കുലേറ്ററി സിസ്റ്റം. ഫസ്റ്റ് വൺ, blood is red vascular connective tissue. There is about 6.8 liters of blood in an adult person. Lifespan of human RBC is 150 to 120 days. It forms about 17 to 18% of the body weight. ഇതിൽ ഏതാണ് അല്ലാത്തത്? ബ്ലഡ് എന്ന് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. റെഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് അറിയപ്പെടുന്നുണ്ട്. അതേപോലെ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ബ്ലഡ് ആണ്. ഇനി ബ്ലഡ് ഏകദേശം ഒരു അഡൽറ്റിൽ എത്ര ലിറ്റേഴ്സാണ്? 6.8 ലിറ്റേഴ്സ് തന്നെയാണ്. അതേപോലെ അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എത്രയാണ്? 120 ഡേയ്സ് ആണ് നമ്മൾ നോർമലി നോക്കുന്നത്, അല്ലെങ്കിൽ 115 to 120 ഡേയ്സ് ആണ്. പക്ഷേ ഏതല്ല കറക്റ്റ്, മീൻസ് ഏതാണ് ഇതിൽ തെറ്റ്, ഏതാണ് നോട്ട് ട്രൂ ആയിട്ടുള്ളത്? ഇറ്റ് ഫോംസ് അബൌട്ട് 17 to 18% ഓഫ് ദ ബോഡി വെയ്റ്റ്. 17 to 80% ഒരിക്കലും ആവത്തില്ല. എത്രയാണ്? ഏകദേശം ഒരു 8% ആവുന്നുള്ളൂ. നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ 8% മാത്രമാണ് എന്തെന്ന് പറയുന്നത് ബ്ലഡ് ഒരു ഇതാവുന്നുള്ളൂ, അല്ലാതെ 17 to 18% വരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബ്ലഡുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്ത് എന്ത് ചെയ്യുക, ഓർത്തി വെച്ചേക്കുക. ബ്ലഡിലുള്ള സെൽസ് ഏതൊക്കെയാണ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. നമ്മൾ അതിനെ ബ്ലഡ് കോർപ്പസ് സെൽസ് എന്നും പറയും. അപ്പോൾ ബ്ലഡ് എന്ന് പറയുന്നത് ആ കണക്റ്റീവ് ടിഷ്യൂസിൽ വേറെ ഏതൊക്കെ ടിഷ്യൂസ് ഉണ്ട്? ബോണുണ്ട്, കാർട്ടിലേജ് ഉണ്ട്. ഇതെല്ലാം എന്താണ്? കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. വേറെ ഏതുണ്ട്? ഏരിയോളാർ ടിഷ്യൂ, പിന്നെ ഏതാണ്? അഡിപ്പോസ് ടിഷ്യൂ. ഇതെല്ലാം എന്താണ്? കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. ഇനി ബോൺ എന്ന് പറയുന്നത് ഏതാണ്? ഹാർഡസ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഫ്ലെക്സിബിൾ കണക്റ്റീവ് ടിഷ്യൂ ആണ് ഏതെന്ന് പറയുന്നത്? കാർട്ടിലേജ്. നമ്മുടെ ടിഷ്യൂവിന് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു വൂണ്ടോ അങ്ങനെ എന്തെങ്കിലും മുറിവോ എന്തെങ്കിലും കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ടിഷ്യൂ ആണ് ഏതെന്ന് പറയുന്നത്? ഏരിയോളാർ ടിഷ്യൂ. അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂസ് ആണ് ഏതെന്ന് പറയുന്നത്? അഡിപ്പോസ് ടിഷ്യൂ. അതേപോലെ വരുന്നതാണ് ടെൻഡൻ ലിഗമെൻറ്റും
ടെൻഡനും ലിഗമെൻറ്റും എന്താണ്? കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഈ ടെൻഡൻ എന്ന് പറയുന്നത് എന്തിനു സഹായിക്കും? ബോൺ ടു മസിൽ. ബോൺ ടു മസിൽ ആണ് കണക്ട് ചെയ്യുന്നത് ആരെന്ന് പറയുന്നത്? ടെൻഡൻ എന്ന് പറയുന്നത്. ലിഗമെൻ്റ് ആണെങ്കിലോ ബോൺ ടു ബോൺ ആണ് എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. അപ്പം ഇത്രയും കണക്റ്റീവ് ടിഷ്യൂ ആരുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മൾ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കണക്റ്റീവ് ടിഷ്യൂസ് ജസ്റ്റ് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following cellular components are also known as the protein factory of the cells? ഏതാണ്? റൈബോസോംസ്, ക്ലോറോപ്ലാസ്റ്റ്, മൈറ്റോകോൺഡ്രിയ, ഗോൾഗി ബോഡീസ്. ഇതിൽ ഏതാണ്, ഏത് സെൽ ഓർഗനലാണ് എന്തുവാ റൈബോസോംസ് പ്രോട്ടീൻ ഫാക്ടറി ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത്? ഏതാണ്? ഇവിടെ നിങ്ങളുടെ മാത്സ് ടീച്ചർ അതുല്യ മിസ്സാണ് എന്നെ ഇവിടെ ഇരുത്തി ചിരിപ്പിച്ചത് ഇപ്പം. ഓക്കെ, അപ്പം ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സെല്ലുലാർ കമ്പോണൻസ് ആർ നോൺ ആസ് ദ പ്രോട്ടീൻ ഫാക്ടറി ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രോട്ടീൻ ഫാക്ടറി. ഓക്കെ, ഏതാണ്? റൈബോസോം ആണ്. റൈബോസോം എന്ന് പറയുന്നതാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഓർഗനൽ. സ്മോളസ്റ്റ് ആയിട്ടുള്ള ഓർഗനൽ എന്ന് പറയുന്നത് ഏതാണ്? റൈബോസോം ആണ്. അതേപോലെ പ്രോട്ടീൻ സിന്തസിസ് ആണ് ആരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്? പ്രോട്ടീൻ സിന്തസിസ് ആണ് നമ്മുടെ റൈബോസോമിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. റൈബോസോമിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ റൈബോസോം ഏത് കോമ്പൗണ്ട് വെച്ചിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്? RNA എന്ന് പറയുന്ന കോമ്പൗണ്ട് വെച്ചിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? റൈബോസോം ഫോം ചെയ്തേക്കുന്നത്. ഇനി റൈബോസോം പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് എന്താണ്? ട്രാൻസ്ലേഷൻ എന്നാണ് പറയുന്നത്. ട്രാൻസ്ലേഷൻ. ഓക്കെ ആണോ? ക്ലോറോപ്ലാസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? കിച്ചൺ ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത്. കിച്ചൺ ഓഫ് ദ സെൽ. ഇവിടെയാണ് നമ്മുടെ സെൽ പ്ലാന്റിൽ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് എവിടെയാണ്? ക്ലോറോപ്ലാസ്റ്റിലാണ്. അതുകൊണ്ട് കിച്ചൺ ഓഫ് സെൽ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഇതിലുള്ള ഗ്രീൻ പിഗ്മെൻറ്റ് ഏതാണ്? ക്ലോറോഫിൽ. ഈ പിഗ്മെൻറ്റിലുള്ള എലമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മഗ്നീഷ്യം ആണ്. മഗ്നീഷ്യം. ഇനി പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് ആരാണ്? പവർ ഹൗസ് ഓഫ് ദ സെൽ മൈറ്റോകോൺട്രിയാണ് എന്തെന്നറിയപ്പെടുന്നത്? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ വിയേർഡ് ഓർഗനൽ എന്നറിയപ്പെടുന്നതും ആരെയാണ്? വിയേർഡ് ഓർഗനൽ അറിയപ്പെടുന്നത് ആരെയാണ്? മൈറ്റോകോൺട്രിയ. കാരണം എന്താണ്? ഇവർക്ക് സ്വന്തമായിട്ട് DNA-യും അതേപോലെ എന്താണ്? ഇവർക്ക് റൈബോസോമും ഉണ്ട്. സ്വന്തമായിട്ട് റൈബോസോമും അതേപോലെ സ്വന്തമായിട്ട് എന്തുമുണ്ട്? DNA ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ എന്തെന്നറിയപ്പെടുന്നത്? വിയേർഡ് ഓർഗനൽ, വിചിത്രമായിട്ടുള്ള ഓർഗനൽ എന്നറിയപ്പെടുന്നത്. ഇനി ഗോൾഗി ബോഡീസിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ട്രാഫിക് പോലീസ് ഓഫ് ദ സെൽ. ട്രാഫിക് പോലീസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഗോൾഗി ബോഡീസിനെയാണ്. അതേപോലെ സെക്രിയേറ്ററി ഓർഗനൽ എന്നറിയപ്പെടുന്നതും ആരെയാണ്? ഗോൾഗി ബോഡീസിനെയാണ്. ഈ റൈബോസോം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഗോൾഗി ബോഡീസിൽ എത്തിയിട്ട് ആ പ്രോട്ടീൻസിനെ പാക്ക് ചെയ്ത് ബാക്കി മീൻസ് സെല്ലിൻ്റെ പുറത്തോട്ട് എത്ര പോകണം വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഗോൾഗി ബോഡീസ് ആണ്. അപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക, പ്രോട്ടീൻ ഫാക്ടറി ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് ആരാണ്? റൈബോസോം ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെറ്റൽ ദാറ്റ് ക്യാൻ ബി കട്ട് വിത്ത് എ നൈഫ്. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഏതാണ് നമുക്ക് നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന എലമെൻ്റ് ഏതാണ്? ഓർത്തിരിക്കുക, ഏതാണ്? സോഡിയം ആണ്. സോഡിയം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ സോഡിയം എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് ആണ്. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? സോഡിയം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പുറത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജനായിട്ട് മീൻസ് റിയാക്ട് ചെയ്തിട്ട് സോഡിയം ഓക്സൈഡും അതേപോലെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡൊക്കെ ഫോം ചെയ്യും. അതുകൊണ്ട് ഇത് ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ കെറോസിനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കെറോസിനിലാണ് നമ്മൾ ഇതിനെ സൂക്ഷിച്ച് വെക്കുന്നത്. ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് ഇവർ കെറോസിനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൂക്ഷിച്ച് വെക്കുന്നത്. അത് മാത്രമല്ല ഇവരെ ഒരിക്കലും നമുക്ക് എന്തായിട്ട് ഫ്രീ സ്റ്റേറ്റിൽ കാണാൻ പറ്റത്തില്ല. ഇത് നല്ല റിയാക്റ്റീവ് ആയിട്ട് തന്നെ നമുക്ക് ഇവരെ കോമ്പൗണ്ടുകളായിട്ടേ കാണാൻ പറ്റുള്ളൂ. ചിലപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ടോ സോഡിയം കാർബണേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും നമ്മളിവരെ കാണുന്നത്. ഒറ്റയ്ക്ക് സോഡിയം ആയിട്ടിരിക്കുന്ന കാണാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഇവർ ഹൈലി റിയാക്റ്റീവ് ആണ്. അതേപോലെ ഇവരുടെ സോഡിയത്തിൻ്റെ ലാറ്റിൻ നെയിമാണ് എന്തെന്ന് പറയുന്നത്? നാട്രിയം എന്ന് പറയുന്നത്. നാട്രിയം എന്ന് പറയുന്നത് എന്താണ്? സോഡിയത്തിൻ്റെ ലാറ്റിൻ നെയിമാണ് എന്തെന്ന് പറയുന്നത്? നാട്രിയം എന്ന് പറയുന്നത്.
അപ്പോൾ ജസ്റ്റ് സോഡിയത്തെ പറ്റി ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണ് മെറ്റലാണ് ഏതെന്ന് പറയുന്നത് സോഡിയം എന്ന് പറയുന്ന ഹൈലി റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് നമ്മൾ കെറോസിനിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇവരുടെ പ്രൊട്ടക്റ്റ് സൂക്ഷിച്ച് വെക്കുന്നത്. അതേപോലെ ഇവർ ഒരിക്കലും നമുക്ക് ഫ്രീ സ്റ്റേറ്റിൽ കാണാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ഇവർ ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെയാണ്. അതേപോലെ ഇവരുടെ ലാറ്റിൻ നെയിം എന്താണ്, നാട്രിയം ആണ്, നാട്രിയം. അപ്പോൾ ഓക്കെ ആണോ? അപ്പം ഇത്ര ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുക, ഇതിന് മുന്നത്തെ വീഡിയോസും കാണുക. അപ്പം നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഓരോ ക്ലാസ്സിലായിട്ട് കവർ ചെയ്ത് പോവാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.